ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്യാം ദേവരാജ്, എലപ്പുള്ളി പഞ്ചായത്ത് LDF പിടിച്ചു, പക്ഷേ LDFിലെ ബ്രൂവറി വിഷയത്തിൽ ഹൈക്കോടതിക്ക് തിരിച്ചടി. എന്താ സംഭവിച്ചത് ശ്യാം? ഡോക്ടർ അരുൺ, സംസ്ഥാന സർക്കാർ ഒയാസിസ് ബ്രൂവറി കമ്പനിക്കാണ് ഇത് ബ്രൂവറി സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. ഇത് ചോദ്യം ചെയ്ത് ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചാണ് ഈ പ്രാഥമിക അനുമതി സംസ്ഥാന സർക്കാർ നൽകിയ പ്രാഥമികമായ അനുമതി ഹൈക്കോടതി റദ്ദാക്കുന്നത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ അനുമതി നൽകിയ കാര്യം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒയാസിസ് ബ്രൂവറി കമ്പനിക്ക് നൽകിയ അനുമതി, ബ്രൂവറി സ്ഥാപിക്കാനുള്ള അനുമതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്നത്. ഇതിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പ്രാഥമികമായി ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ആ പൊതുതാൽപര്യ ഹർജി എന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ട്രസ്റ്റാണ് ഇത് സംബന്ധിച്ച ഹർജി നൽകിയത്. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ആണ് ഇത് സംബന്ധിച്ച ഹർജി, പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി നൽകിയിരുന്നത്. അതിൽ ഹൈക്കോടതി നേരത്തെ വിശദമായ വാദം കേട്ടിരുന്നു. ഇതിൽ പറഞ്ഞിരുന്നത് ഈ കമ്പനി പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ അനുമതി വാങ്ങിയത്, സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ചും കഞ്ചിക്കോട് എന്നത് ഈ വ്യവസായ മേഖലയാണ് എന്നൊരു കാര്യം കമ്പനി വാദമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് വ്യവസായ മേഖലയല്ല, അത് ആൾതാമസമുള്ള മറ്റൊരു മേഖലയാണ്. അവിടെ നിന്നാണ് ജലം ഊറ്റിയെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഇത് ജനങ്ങളെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നടക്കമുള്ള വാദങ്ങളാണ് ഈ കമ്പനി ഉന്നയിച്ചിരുന്നത്. ആ വാദങ്ങൾ ശരിവെച്ചാണ് ഇപ്പോൾ ഈ എലപ്പള്ളിയിലെ ബ്രൂവറിക്കുള്ള പ്രാഥമികമായ അനുമതി ഹൈക്കോടതി റദ്ദാക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ച് സംസ്ഥാന സർക്കാരിന് പുതിയ തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി.